നാട്ടിലുള്ള ഒരു പ്രവാസി തന്നെ മിസ്റ്റർ ഷാഹിദ് മാണിക്കോത്ത്, യു എയിലെ ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ്. അദ്ദേഹം ഇപ്പം വെക്കേഷന് വയനാട്ടിലാണുള്ളത്. നാട്ടിൽ നിന്ന് ഷാഹിദ് ഇപ്പൊ നമ്മുടെ ലൈനിൽ ജോയിൻ ചെയ്യുന്നു. കംപ്ലീറ്റ് ഇവിടെ വന്നിട്ട് ഹെലിപ്പാഡൊക്കെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ട് ഏകദേശം ഒരു 4 മണിക്കൂറോളായി. അപ്പോ അവിടുന്ന് ഇതുവരെ എയർലിഫ്റ്റ് ചെയ്തിട്ടില്ല. അവിടെയുള്ള ആൾക്കാരെ ഇവിടത്തേക്ക് മാറ്റി, അതായത് ഹോസ്പിറ്റലിൽ ഇപ്പൊ മിംസ് ഹോസ്പിറ്റലൊക്കെ ഫുള്ളാന്നാ പറയുന്നത്. അപ്പോ അവിടെ നിന്നുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുപോയിട്ട് രോഗികളാണെങ്കിൽ ഹോസ്പിറ്റലിലേക്കും, അതല്ല മാറ്റി താമസിക്കുകയാണ് സെന്റ് മേരീസ് കോളേജിൽ ക്യാമ്പ് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും നാട്ടുകാരടക്കം കംപ്ലീറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, ആംബുലൻസ്, ഡോക്ടർമാർ എല്ലാം ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. ശരി. ഈ പ്രദേശം, അതായത് നമ്മൾ ഈ പറയപ്പെട്ട ഉരുൾപൊട്ടൽ നടന്നിരിക്കുന്ന മുണ്ടക്കെ എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് സുൽത്താൻ ബത്തേരിയിൽ നിന്നും എന്ത് ദൂരമുണ്ട് ഷാഹിദിന്റെ ഇടത്തു നിന്നും? 25-30 കിലോമീറ്റർ. ശരി. അത്രേ ഉള്ളൂ. അപ്പൊ ബാക്കി അപ്പൊ ഇന്ന് നമ്മളെ ഭാഗം ഇപ്പൊ നല്ല വെയില്, നല്ല മഴയൊന്നും ഇല്ല. ഇവിടെ ഇപ്പൊ അനുകൂല കാലാവസ്ഥ ഉള്ള ഒരു ഏരിയ ആണ്. ഹെലിപ്പാഡ് നിർത്താൻ പറ്റിയ, ഇറങ്ങാൻ പറ്റിയ ഒരു ഏരിയ ആയതുകൊണ്ടാണ് സെന്റ് മേരീസ് കോളേജ്. അപ്പൊ ഇവിടെ അവിടെ നിന്നുള്ള രോഗികളും ആൾക്കാരെ എന്താണോ അവർക്ക് വേണ്ടിയ സജ്ജീകരണം ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഒരുപറ്റ യുവാക്കള് എല്ലാവരും റെഡിയായി, രക്ഷാപ്രവർത്തനത്തിൽ റെഡിയായി നിൽക്കുകയാണ് ഇവിടെ. തീർച്ചയായിട്ടും. പക്ഷെ അത് പല ഡാമുകള് ഇപ്പൊ വയനാട്ടിൽ തുറന്നായിട്ട് നമ്മൾ ഇന്നലെ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമൂലം പല പാലങ്ങൾ കവിഞ്ഞൊഴുകുന്ന രീതിയിലും ആയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതെങ്ങനെയായിരുന്നു പറഞ്ഞ വിവരങ്ങൾ അവിടുന്ന്? അതന്നെ, ഇപ്പോ നമ്മൾക്ക് ഇപ്പൊ എല്ലാരും ഇപ്പൊ കൊടുത്തിട്ടുണ്ട് കാരാപ്പുഴ ഡാം ഓപ്പൺ ആയതിന്റെ പേരില്. അപ്പോ ഇപ്പൊ എല്ലാവരും അതുപോലെ റെഡിയായി നിൽക്കുകയാണ്. വേറെ കുഴപ്പങ്ങളൊന്നും വേറെ ഭാഗത്തേക്ക് ഇല്ല. മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഈ ഒരു ഏരിയയാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യവും ഉരുൾപൊട്ടിയ ആ ഒരു സെയിം 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഇപ്പോഴും ആൾക്കാർ കുടുങ്ങി കിടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ് കാണുന്നത്. അല്ലെ, കൃത്യമായിട്ട് നമുക്കിപ്പോ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കൃത്യമായിട്ട് രക്ഷാപ്രവർത്തകർക്ക് ആ ഒരു മേഖലയിലേക്ക് എല്ലായിടത്തേക്കും ആക്സസ് കിട്ടിയിട്ടില്ല അല്ലേ? ഇല്ല, കിട്ടിയിട്ടില്ല. ശരി. ഇപ്പൊ സൈന്യം ഉൾപ്പെടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടേക്ക് എത്താൻ പറ്റും. അതെ, അതായത് ഒരു സൈഡ് പൊളിച്ചു മാറ്റിയിട്ട് വേണം അപ്പുറത്തേക്ക് പോവാൻ. ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഏരിയകളുണ്ട്. ആണോ? അല്ല ഷാഹിദ്, ഇപ്പോ നമുക്ക് വരുന്നതിൽ ഏറ്റവും സങ്കടകരമായ വാർത്തകളൊന്നും ഈ നിലമ്പൂർ ഭാഗത്തൊക്കെ, എനിക്കൊന്ന് ചാലിയാർ പുഴയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലാണ് ഇതിന്റെ ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളൊക്കെ ഒഴുകിയെത്തുന്നു എന്നുള്ള തരത്തിലേക്കൊക്കെ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. കറക്റ്റാണ്. നിലമ്പൂർ ഭാഗത്തു നിന്നാണ് കുറച്ച് ബോഡികൾ കിട്ടിയതെന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആണല്ലേ? ശരി. അപ്പൊ എന്താണേലും ഒരുമിച്ച് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാം ഷാഹിദ്. കാരണം എപ്പോഴും നമ്മൾ മലയാളികളെല്ലാം ഒരുമിച്ച് നിന്നാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണേലും ഒരുപാട് സന്തോഷം. ഈ ഒരു സമയത്തും ആ നാട്ടില് രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഒരുമിച്ച് നിൽക്കുന്നതിലും ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ വരുന്ന മണിക്കൂറിലെ അപ്ഡേറ്റ്സും ഒക്കെ തന്നെ തീർച്ചയായിട്ടും പ്രവാസ ലോകവും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടെന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് തന്നെ അക്ഷയ് പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ദുരന്തത്തെയും അതിജീവിക്കാം. അതെ.